എന്നെ കാണാൻ വരുന്ന 90% ആൾക്കാരുടെയും പ്രോബ്ലംസ് ഫിസിയോതെറാപ്പി പ്രോബ്ലംസ് വിച്ച് ഇസ് എയ്ക്സ് ആൻഡ് പെയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരവരുടെ റൂമിലത്തെ മാട്രസിൽ നിന്നാണ്, അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്നാണ്, എസ്പെഷ്യലി ദ ബെഡ്. അതിൽ മെയിൻ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒന്ന് വന്ന് കിടന്നതിന് ശേഷം നമ്മൾ പില്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ആൻഡ് ദെൻ അപ്പം തന്നെ കിടന്ന് ഉറങ്ങില്ലല്ലോ, അപ്പം തന്നെ നമ്മൾ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതിന് ശേഷമായിരിക്കും. ഈ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി കംഫർട്ടബിൾ ആക്കാനായിട്ട് ആ പില്ലോ ഒന്ന് മടക്കിയിട്ട് നമ്മുടെ കഴുത്തിനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വെക്കും, ഇങ്ങനെ ഒരു വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്ക്രോൾ ചെയ്ത് പോകും. അത്യാവശ്യം സമയമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കണ്ണൊന്ന് ടയേർഡാവും, നമ്മളിത് ഓഫ് ചെയ്യും, നമ്മൾ കിടക്കും. അപ്പം പില്ലൊന്ന് ചിലപ്പോൾ നിവർത്താം, ചിലപ്പോൾ നിവർത്താതെ തന്നെ അങ്ങനെ തന്നെ ഉറങ്ങി പോവുകയും ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ മെയിൻ ബ്രെഡ് ആൻഡ് ബട്ടർ. ഈ കഴുത്ത് വേദന സോൾവ് ചെയ്യലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ. എന്താ പറയാ, ആ ഒരു ഉറക്കം അത്രയും നേരം ഒരു 7 hours അല്ലെങ്കിൽ 6 hours ഉറങ്ങിയതിന് ശേഷം എനിക്ക് വരുമ്പോൾ നല്ല രീതിയിൽ നെക്സ്റ്റ് സ്ട്രെയിനോ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഹി ക്യാൻ ബി ഡയഗ്നോസ് ഏർലി ആസ് എ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റും. ആ മേജർ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതും ബെഡിൽ തന്നെയാണ്. ആ ഫോൺ യൂസ്, പില്ലോ മടക്കിയിട്ടുള്ളതൊക്കെ നിർത്താൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിയലി ഗുഡ്.